ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞങ്ങൾ കുറേ നാളായിട്ട് വാഴ 2 വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അമേരിക്കയിലാണ് ഇത് റിലീസ് ആവുന്നതേ ഇല്ലായിരുന്നു. പിന്നെ ഇന്ന് ഇത് റിലീസായിട്ടുണ്ട് ഇവിടെ. അപ്പം ഞങ്ങളുടെ ഒരു കുറേ നാളത്തെ വെയിറ്റിങ്ങിന് ശേഷം ഞങ്ങൾ പോവാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് പോകുന്ന വഴി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നേരെ അഴുതിയിലോട്ട് പോവാ. അഴുതിയിൽ ഇതൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇന്ന് ഇവിടെ തിയേറ്ററിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 5 മണിയായി. ദൈവം പെട്ടെന്ന് ഇറങ്ങണം കേട്ടോ, സമയമില്ല. 6:30ക്കാണ് കേസ് ഷോയെ. അപ്പോൾ ഇന്ന് കഴിച്ച് ഇത് കണ്ടോ, ഇതാണ് മെയിൻ പ്രശ്നം. ഇതുണ്ട്, സൂര്യൻ ഇങ്ങനെ കണ്ണിലോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണാടി എടുക്കാൻ ഞാൻ മറന്നുപോയി. സാധാരണ എല്ലാ ദിവസവും കണ്ണാടി എടുക്കുന്നതായിരുന്നു, അതെടുക്കാൻ വേണ്ടി മറന്നുപോയി ഗൈസ്. ഇവിടുത്തെ ഒരു പ്രശ്നമാണ്, നേരെ വന്ന് ഇങ്ങനെ കണ്ണിലോട്ട് ഭയങ്കരമായിട്ട് അടിക്കും. നമുക്ക് നാട്ടില് ഇത്രയും പ്രശ്നം ഇല്ല തോന്നുന്നു. ഇവിടെ ഇച്ചിരി കൂടെ ഉണ്ട് ഇത് എപ്പോഴും. നേരെ ഇങ്ങനെ കണ്ണിലോട്ട് അടിച്ചോണ്ടേ ഇരിക്കും. അപ്പൊ ഗൈസ്, നമുക്ക് കടയിൽ കയറിയിട്ട് കാണാവേ. ഇതാണ് നമ്മുടെ അൽദി എന്ന് പറഞ്ഞ ഷോപ്പ്. ഞങ്ങൾ ഉള്ളിലോട്ട് കയറാൻ പോണേ. അവരെല്ലാരും കയറി, ഞാൻ ഉള്ളിലോട്ട് കയറട്ടെ. ഞങ്ങൾ ഷോപ്പിങ്ങിന് കയറിയിട്ടുണ്ട്. ഞങ്ങൾ കണ്ടോ എന്തോടെ എടുക്കുന്നത്. ഇത് ഞാൻ പോലത്തെ ഒരു സാധനമാണ്. അടുത്ത ആഴ്ചയൊക്കെ നമുക്ക് ജോലിക്ക് പോകുമ്പോഴത്തേന് കഴിക്കാനുള്ള സാധനങ്ങളാണ് ഞങ്ങൾ ഈ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഇത് എല്ലാ ദിവസവും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം ഒരാഴ്ചത്തേക്കുള്ള സാധനം ഉണ്ടാക്കി വെക്കും. അപ്പം ഇന്നും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പം അതിന് ഈ വീക്ക് കഴിക്കണം. അപ്പം ഇത് കണ്ടോ ഈ പ്രോട്ടീൻ ഞാൻ കണ്ടോ, ഇതിനകത്ത് 12 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. എന്നാൽ വീട്ടിൽ ടോട്ടൽ റാപ്പ് ഉണ്ടോ? ഉണ്ടല്ലോ. ഗൈസ്, ഞാൻ ഓൾറെഡി ഇതൊറ മേടിച്ചായിരുന്നു. അപ്പം ഇത് കണ്ടോ ഗൈസ്, ഇതിനകത്ത് 12 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. കൊള്ളാമല്ലേ ഒരു റോളിൻ്റെ അകത്ത്, ഒരു റാപ്പിൻ്റെ അകത്ത്. ഗൈസ്, ഇവിടെ ഇങ്ങനെ പ്രോട്ടീൻ്റെ കുറേ സാധനങ്ങളുണ്ട്. ഗൈസ്, ഈ ബ്രെഡ് കണ്ടോ, എന്തൊരു വലിപ്പമായി ബ്രെഡ്. സീൻ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഗൈസ്, എനിക്ക് എപ്പോഴും ഉള്ളൊരു സംശയമാണ്, ഇവർ ഇത്രയും കുഞ്ഞ് മിൻ്റ് എന്തിനാണ് കൊടുക്കുന്നതെന്ന്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇതിലും ചെറുതായിരുന്നു കിട്ടിയത്. ഞാൻ സ്വർണ്ണമൊക്കെ പൊത്തിന് വെച്ചു, ഇത് ഇച്ചിരി മിൻ്റേ ഉള്ളൂ. ഗൈസ്, ഇതെന്താ ഇങ്ങനെ കൊടുക്കുന്നത്? ഇവിടെ ആണെങ്കിൽ വലിയൊരു പാക്കറ്റ് കിട്ടാനില്ല. അപ്പം എന്താണ് ഇവിടെ തീരെ കുറവാണ് മിൻ്റിപ്പം. ഗൈസ്, ഞങ്ങൾ ഓൾറെഡി ഈ ആഴ്ചത്തെ ഷോപ്പിംഗ് എല്ലാം ചെയ്തതാണ്. അപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പം അതിനുവേണ്ടി ഓറഞ്ച് എടുത്താലേ നല്ലതായിരിക്കും. കുക്കുംബർ വേണ്ട. കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പം കുറച്ച് 2-3 മുട്ടായി എടുക്കണം. തിയേറ്ററിൽ കഴിക്കാൻ മുട്ടായി അടിപൊളിയല്ലേ. എന്താ എടുക്കണ്ടേ? മുട്ടായോ? ഗൈസ്, എഡ്വിൻ ഈ മുട്ടായി എടുത്തു. അപ്പം ഞാൻ ഇനി ഏത് മുട്ടായി എടുക്കും ഗൈസ്? എനിക്ക് ഇതാണ് ഗൈസ് ഇഷ്ടം. ഇതാണ് എൻ്റെ ഫേവറേറ്റ് മുട്ടായി. പക്ഷെ ഇത് പെട്ടെന്ന് തീർന്നു, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇത് പെട്ടെന്ന് തീർന്നു ഗൈസ്. സ്നിക്കേഴ്സ് അതെനിക്ക് ഇഷ്ടമില്ല. ഗൈസ്, വേറെ നല്ല മുട്ടായി കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇത് തന്നെ എടുക്കുക. നീ ഏതാ എടുക്കുന്നേ? ഗൈസ്, എഡ്വൈസ് സ്റ്റിക്കേഴ്സ് എടുക്കാൻ പോകുന്ന തോന്നുന്നത് അല്ലേ? എഡ്വിൻ ട്വിക്സ് എടുത്തു. അമ്മയ്ക്ക് എന്താ എടുക്കുന്നേ? ഓക്കെ, ഷെയർ ചെയ്യാല്ലേ? ഗൈസ്, അമ്മയാണ് എപ്പോഴും ഒരിടത്ത് സ്റ്റക്കാവും. അതാണ് ഐസ്ക്രീമിൻ്റെ സ്ഥലം. ഈ ഐസ്ക്രീം അഡിക്റ്റഡ് ആണ്. അമ്മയ്ക്ക് എപ്പോഴും ഐസ്ക്രീം വേണം. ഞാൻ ഐസ്ക്രീം ഉണ്ടോന്ന് ചോദിച്ചു. വീട്ടിൽ ഐസ്ക്രീം മൊത്തം തിന്നോണ്ട് തീർന്നു. ഗൈസ്, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏത് ഐസ്ക്രീം ഇഷ്ടമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടമുള്ളൊരു ഐസ്ക്രീമും ഇല്ല. ഇതിൻ്റെ അകത്ത് ഏത് ഐസ്ക്രീം ഉള്ളേ? ഇത് കണ്ടില്ല, ഇവിടെ നമ്മൾ ഈ ഒരു കാർട്ട് എടുക്കണമെങ്കിലും അല്ലെങ്കിൽ തിരിച്ചു വെക്കണമെങ്കിലും എല്ലാം തിരിച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുണ്ടല്ലേ, ഈ സാധനം എടുത്ത് ഇവിട്ട് ചെയ്യുമ്പോഴത്തേന്
അപ്പം നമുക്ക് ഈ കോയിൻ കിട്ടും. ഈ കോയിൻ ഇട്ടാലേ ഉള്ളൂ നമുക്ക് ഈ കാർഡ് എടുക്കാനും പറ്റത്തുള്ളൂ. അപ്പം നമ്മളൊരു കോയിനുമായിട്ട് വന്നില്ലെങ്കിൽ കാർഡ് എടുക്കാൻ പറ്റത്തില്ല. സോറി ഗൈസ്, ഞങ്ങൾ കുറേ പ്രാവശ്യം ഇങ്ങനെ ഈ കോയിൻ എടുക്കാൻ മറന്നു പോയിട്ട് വന്നിട്ടുണ്ട്, അങ്ങനെ പോയിട്ടുണ്ട്. അത് കാരണം എൻ്റെ വീഡിയോ കാണിച്ചത്. നാട്ടിൽ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേങ്കിൽ ഇവിടെ ഇങ്ങനത്തെ ഒരു ശോകം പരിപാടിയുണ്ട് ഗൈസ്. പക്ഷെ ഒരു ഗുണമുണ്ട്, അത് കാരണം ഈ കാർട്ട് എല്ലാവരും എവിടെയും ഇങ്ങനെ കൊണ്ടിട്ടിട്ട് പോകത്തില്ല. അപ്പോൾ ഗൈസ് നമുക്ക് പോകുന്ന വഴി കാണാവേ. ഗൈസ് ഇതാണ് നമ്മളവിടുന്ന് ഈ ഒരു കപ്പ് മാത്രം മേടിച്ചാൽ മതി. ഈ കപ്പ് മേടിക്കുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ ഏതാണോ ഇഷ്ടമുള്ളത് അത് നമുക്ക് സ്വന്തമായിട്ട് ഫില്ല് ചെയ്യാം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പിന്നെ ഇതിപ്പം പോപ്കോൺ ആണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഫില്ല് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പം നമ്മളിങ്ങനെ ലൈക്ക് സ്വന്തമായിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ തന്നെ അവിടെ നിന്നൊരു ബാസ്ക്കറ്റ് മാത്രം തരും, അത് വെച്ചിട്ട് ഫില്ല് ചെയ്യണം. പിന്നെ ഇവിടെ ഒരു ബട്ടറിൻ്റെ ഒരു ഇതുണ്ട്, അതിൻ്റെ ബട്ടർ ടോപ്പിംഗ് ഉണ്ട്. ഇവിടെ വന്നാൽ നമുക്ക് ബട്ടർ ഇടുകയും ചെയ്യാം. അപ്പം അങ്ങനെയാണ് എല്ലാം സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു പരിപാടി. അവിടെ നിന്ന് ബാക്ക് സൈഡ് പിന്നെ നമുക്കിത് റീഫിൽ ചെയ്യണമെങ്കിൽ എല്ലാം അൺലിമിറ്റഡ് റീഫില്ലാണ്, നമുക്ക് തിരിച്ചു വന്നിട്ട് റീഫിൽ ചെയ്യാം. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് തിയേറ്റർ കണ്ടു നോക്കാം. ഇതാണ് തിയേറ്റർ. നമ്മളത് ഈ സീറ്റാണ് എടുത്തേക്കുന്നത്, കണ്ടില്ലേ? ഇത് സ്ക്രീനും അത് ഇതിലും ഓക്കെയാണ്. നമുക്ക് സീറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഗൈസ്. സീറ്റാണ് ഈ തിയേറ്ററിലെ ഏറ്റവും വലിയ പ്രശ്നം വരാറുള്ളത്. ഗൈസ് ഇത് കണ്ടോ, ഇത് വർക്കിംഗ് ആണ്. ഇത് ഫുള്ളായിട്ട് റിക്ലൈനർ ആവുന്നുണ്ട്, പക്ഷേ ഇതിനെന്തോ ഒരു ഡിസ്കംഫോർട്ടുണ്ട്. കണ്ടില്ലേ ഗൈസ്, അമ്മയെല്ലാം വന്നിട്ടുണ്ട്. അച്ചുകുട്ടൻ മുള്ളാൻ പോയി. അപ്പം ഇതിനെന്തോ ഒരു കുഴപ്പമുണ്ട് ഗൈസ്. നമുക്കന്ന് ഈ പടം കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പടം റിവ്യൂ പറയാവേ. ഗൈസ് ഞങ്ങളപ്പം വാഴ 2 കണ്ടിട്ട് ഇറങ്ങി കേട്ടോ. പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പടം. ആദ്യം കുറെ കോമഡി പരിപാടികളെല്ലാം, അവസാനത്തെ ഫൈറ്റ് സീൻ ഫൈറ്റൊക്കെ അച്ചുകുട്ടനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അച്ചുകുട്ടൻ കണ്ടായിരുന്നു പടം? അടിപൊളി. അച്ചുകുട്ടന് വാഴ 1 ഇഷ്ടപ്പെട്ടു. എനിക്കും വാഴ 1 വാഴ 2 ആണ് ഇഷ്ടപ്പെട്ടത്. സെറ്റ് പടം ഗൈസ്. അപ്പോൾ എല്ലാവരും പോയി കാണണം കേട്ടോ. അപ്പം ഞങ്ങളെല്ലാം ഇനി വീട്ടിലോട്ട് പോവാണ്, നാളെ ജോലിയുണ്ട്. അപ്പം വീട്ടിലെത്തിയിട്ട് കാണാം. ബൈ ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ പടമൊക്കെ കണ്ടിട്ട് വന്നു. 10 മണിയായി രാത്രിയിൽ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുക, അത് തന്നെ പരിപാടി. അപ്പോൾ ഗൈസ് ഈ ഒരു മാക്ബുക്ക് കണ്ടില്ലേ ഗൈസ്, ഈ സാധനം വിഷയമാണ്. വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയ സാധനമാണ്. ഞാൻ ഇതൊരാൾ മറ്റേ വിൻഡോസ് ഉപയോഗിച്ച് നമുക്ക് ഒരു സാധനം സെൻഡ് ചെയ്യണമെങ്കിൽ എന്തൊരു പാടാണെന്ന് അറിയാം. ഇപ്പോൾ ഇത് നേരെ എയർ ഡ്രോപ്പ് ചെയ്യുന്നു. ഐഫോണും ഇതും iWatch എല്ലാം കൂടെ സെറ്റ് ഭയങ്കര ഒരു കോമ്പിനേഷൻ സെറ്റപ്പിലായി. അപ്പം ഇത് ഭയങ്കര ഒരു വെറുത്ത സാധനമാണ്. എനിക്കിപ്പം ഞാൻ മറ്റേത് അധികം ഉപയോഗിക്കത്തില്ലായിരുന്നു, പക്ഷേ ഇത് ഉപയോഗിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഗൈസ് ഇന്നത്തെ പരിപാടികളൊക്കെ. അപ്പം അടുത്ത വീഡിയോ കാണാം. എല്ലാവരും വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. അപ്പം ബൈ ബൈ.